ഇവരുടെ കേസ് എടുക്കുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കുടുംബ കോടതി. എന്നാൽ ജഡ്ജി ഇവരുടെ പേപ്പർ വരുമ്പോൾ അത് മാറ്റി മാറ്റി വെച്ചു. കോടതി പിരിയുന്ന സമയമായി 5 മണിയായിട്ടും ഇവരുടെ പേപ്പർ, ഇവരുടെ കേസ് ഈ ജഡ്ജി പരിഗണിച്ചില്ല. ഇറങ്ങി വരുമ്പോൾ ഈ ജഡ്ജി ഈ പയ്യനോട് പറഞ്ഞു, നോക്കൂ കുഞ്ഞെ, ആ പെൺകുട്ടി 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാവിലെ മുതൽ നിൽക്കുകയാണ്. നിനക്ക് ഒരു നിമിഷവും ആ കുഞ്ഞിനെ എടുത്തുകൂടായിരുന്നു. ജഡ്ജി പറഞ്ഞത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ ഈ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞ് അപ്പനെ കെട്ടിയങ്ങ് പിടിച്ചു. പിന്നീട് അവിടെ കരച്ചിലായി. ഈ കുഞ്ഞിൻ്റെ അപ്പം കരഞ്ഞു, അമ്മ കരഞ്ഞു, കൂടെ ജഡ്ജി ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞു. കുടുംബ കോടതിയിൽ 2 ഭാഗമായി മാറാമെന്നവർ ഒരുമിച്ച് സന്തോഷത്തോടെ കോടതി വിട്ടു. 3 വർഷത്തിന് മുമ്പ് വനിതയിൽ വന്ന ഒരു ന്യൂസാണ്. അവസാന ജഡ്ജി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് സമ്മാനം, ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് സമ്മാനം. എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത്, ഈ ക്രിസ്മസ് നമ്മുടെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തുവാനും ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനുമുള്ള അവസരമായി കാണും. കാരണം മനുഷ്യായുസ്സ നശ്വരതയും ദൈർഘ്യമൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഞാനിത് പറയുമ്പോഴും കല്ലുപോലെ മനസ്സിലിരിക്കുന്നവരും ഉണ്ട്. അച്ഛനത് പറയാം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അകലിച്ചകൾ നഷ്ടങ്ങളല്ലാതെ ഒരു മേന്മയും ആർക്കും ഉണ്ടാക്കുകയില്ല. ഈ ക്രിസ്മസ് എല്ലാ സുഖങ്ങളും സ്വർഗത്തിൽ നിന്ന് വെടിഞ്ഞ് ലോകത്തിൽ നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ ഒരാളായി, ഒരു കുഞ്ഞായി ബലിയർപ്പിച്ച കർത്താവ്. ആ നിരപ്പിൻ്റെ വലിയ സന്ദേശമാണ് ഈ ക്രിസ്മസിൽ നൽകുന്നത്. 2, സാന്താക്ലോസ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു വലിയ അതിശയമായി സന്തോഷമായി നിൽക്കുന്ന ഒരു അപ്പൂപ്പനാണ്. ചരിത്രം നിങ്ങൾക്കറിയാം. സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനെയാണ്. പിന്നെ അതിങ്ങനെ രൂപഭാവം ഭേദം വരുത്തി നമ്മൾ പലപ്പോഴും കൊമേഡിയന്മെ പോലെയൊക്കെ ആക്കി തീർക്കുന്നത് ചരിത്രമാണിത്. ആധുനിക തുർക്കിയിലെ മിറ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ബിഷപ്പായിരുന്നു നിക്കോളാസ്, സെന്റ് നിക്കോളാസ്. അതാണ് സാന്താക്ലോസായി മാറിയത്. സെയിന്റ് എന്നുള്ളത് ലാറ്റിൻ സാന്ത എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സംഗതി ഇതാണ്. പെട്ടെന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ആ ഏരിയയിൽ, അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിൽ 3 പെൺമക്കളുള്ള ഒരപ്പനുണ്ടായിരുന്നു. വളരെ സാധുവായ മനുഷ്യൻ. മൂത്ത മകളുടെ വിവാഹ സമയമായി. അപ്പോൾ അതിനുള്ള പണമില്ല. ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി. പക്ഷേ ആ സമയത്ത് എങ്ങനെയോ ക്രമീകരിക്കാൻ കരുതിയിരുന്ന സമയം നടന്നില്ല. അവസാനം ദൈവം ഒരു ബുദ്ധിമോശം ചെയ്യാൻ ആഗ്രഹിച്ചു, ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇതെങ്ങനെയോ സെന്റ് നിക്കോളാസിന് ഒരു വെളിവ് കിട്ടി. രാത്രി അദ്ദേഹം ജനാലയിലൂടെ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ഒരു കിഴി ഈ കർഷകന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അയാളുടെ 3 മക്കളുടെ വിവാഹം നടത്തുന്നതിന് ആവശ്യമായ ധനം
ഈ സ്വർണം വിറ്റ് കിട്ടിയിരുന്നു. അന്ന് മുതലാണ് ക്രിസ്മസിന് തലേന്ന് കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി വരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനായി സെന്റ് നിക്കോളാസ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നായിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഈ സ്നേഹസമ്മാനം നൽകുവാനായി നമുക്കൊരു സാന്താക്ലോസ് ആവേണ്ടതായിരിക്കും. മറന്നുപോകരുത്. 3, ക്രിസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ജ്ഞാനികൾ വളരെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് നടന്നു വന്നു. ആട്ടിടയന്മാർ അധ്വാനത്തിന്റെ രാത്രിയിൽ അവർക്ക് ഉറങ്ങാമായിരുന്നെങ്കിലും സ്വപ്നത്തിൽ പെട്ടെന്ന് അവർക്ക് കിട്ടിയ വെളിപാടുകൾ തിരിച്ചറിഞ്ഞു. അവർ യാത്ര തുടർന്നു. സകലരും കഷ്ടതയുടെ പ്രയാസത്തിലൂടെ സഞ്ചരിച്ചാണ് ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ജീവിതത്തിലെ സഹനങ്ങൾ നിങ്ങൾ ഇപ്പോൾ വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന പാതയിലാണ് എന്ന് ഈ ക്രിസ്മസ് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നു. സഹനങ്ങൾ, സംഘർഷങ്ങൾ, വേദനകളില്ലാതെ ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റില്ല. അത് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ഒരു മാർഗത്തിലാണ് നാം ചരിക്കുന്നതെന്ന് ഓരോ സങ്കടങ്ങളും വേദനകളും നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 7-ാം തീയതി മുതൽ